ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. എല്ലാവരുടെ ജീവിതവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാന സന്തോഷ ജീവിതവും ആസ്വദിക്കാൻ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് നമ്മളിത്തിരി മെനക്കെടുകയും വേണം. കാരണം ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ നിങ്ങൾ ഇതുവരെ വിചാരിച്ച ഒരു സബ്ജക്റ്റും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല, നേടിയെടുക്കുകയില്ല. ആധുനിക മനുഷ്യൻ്റെ തളർച്ചയ്ക്ക് രണ്ട് കാരണമെന്ന്, ഒന്ന് അമിതമായ പ്രതീക്ഷയും ഒന്ന് അമിതമായ പ്രതിഷേധവും. നമ്മളെ കുടുംബത്തിൽ ശാന്തമായിട്ടുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ മുഴുവൻ ബേൺ ചെയ്ത് കളഞ്ഞാൽ മതി. അമിതമായിട്ടുള്ള പ്രതിഷേധങ്ങളും നമ്മൾ ഒഴിവാക്കിയാൽ മതി. അത് സാമൂഹിക ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഏതായാലും ശരി. സ്വർഗീയ ജീവിതം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഭൂമിയിൽ ഉണ്ടാവില്ല. അതിന് സുഷുപ്തിയിലുള്ള ഒരു സുഖജീവിതം, അതാണ് ഋഷീശ്വരന്മാർ യഥസുഷുപ്തോ ന തവ അസ്ഥി ദുഃഖം. സുഷുപ്തിയിൽ വയറുവേദനയില്ല, തലവേദനയില്ല, പല്ലുവേദനയുമില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല, ഭാര്യയുമില്ല, മക്കളുമില്ല, ബാങ്കുമില്ല, കാറുമില്ല, വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ ചോറ് തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു സംഭവവും ഇല്ലാത്ത ആ സുഷുപ്തിയിൽ ന തവ അസ്ഥി ദുഃഖം, ദുഃഖത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ ആ ഉറക്കത്തിൽ അനുഭവിക്കുന്ന സ്വർഗീയ ജീവിതം, നമ്മളെ ആധുനിക ജീവിതം അൾട്രാ മോഡേൺ സയൻസിൻ്റെ സമാനതകളില്ലാത്ത വികസന കുതിപ്പാണ്. സമസ്ത മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നുകൂടെ തിരിച്ചറിയണം, മനോവികാസമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. മനോവികാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടുക. അതിന് വേദങ്ങൾ പറയുന്നു, പ്രണവോധനു ശരോഹ്യാത്മ ബ്രഹ്മത്തൽ ലക്ഷ്യമുച്ചതേ. ആ ബ്രഹ്മമാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ജന്മനാൽ ജായതേ ശൂദ്ര. ജന്മം കൊണ്ട് നമുക്ക് ഒന്നും തന്നെ നേടാൻ സാധിക്കുന്നില്ല. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും കൊണ്ടാണ് വരുന്നത്. പിന്നെ അവിടെ കർമ്മണ ജായതേ ദ്വിജ, ബ്രഹ്മജ്ഞാനേ അല്ല കർമ്മജ്ഞാ ജന്മന ജായതേ ശൂദ്ര കർമ്മണ ജായതേ ദ്വിജ വേദാധ്യായോ ഭവേദ് വിപ്ര. വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവും പഠിച്ച് വിപ്രനായി ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണൻ. അപ്പോൾ ഏതൊരു മനുഷ്യ ജീവിക്കും ബ്രാഹ്മണനായി ഉയരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. രാഷ്ട്രീയക്കാർ നമ്മളെ പല രീതിയിൽ പറഞ്ഞു പറ്റിക്കും. അതിനകത്തൊന്നും നമ്മൾ വീഴരുത്. ഇതാണ് സത്യം. 4 പതിറ്റാണ്ട് വേദാധ്യയനത്തിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യായരുടെ മകൻ ഇത് പഠിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം. ശങ്കരാചാര്യരിൽ നിന്നും തപോവനാനന്ദ സ്വാമികളിൽ നിന്നും സ്വാമി ചിന്മയാനന്ദ മഹാരാജിൽ നിന്നും അസ്മദാചാര്യ പര്യന്തം
സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ എന്നിലെത്തിയ ഈ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു. ജനനം സുഖാവഹമായതുപോലെ മൃത്യുവും സുഖാവഹം ആക്കി തീർക്കണം. അപ്പോൾ മരണം അനുഗ്രഹശക്തിയായി തിരിച്ചറിയണം. എന്നിട്ട് മരണം പോലും മൃത്യോത്സവമാക്കി തീർക്കണം. അതിന് മരണം മൃത്യോത്സവമാക്കി തീർത്ത ആളുടെ പേരാണ് ഭീഷ്മ പിതാമഹര്. ഈ ഭീഷ്മ പിതാമഹര് പറയുന്നൊരു വാക്കുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അതിമനോഹരമായി കൃഷ്ണനെ വിളിക്കുന്നൊരു പേരുണ്ട്. പുരുഷ സഹസ്രനാമൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് ഉടനെ പറയുന്നുണ്ട്, വിജയസഖേ രഥിരസ്തുമേ. ഹേ കൃഷ്ണ, എനിക്ക് അങ്ങയിൽ പ്രേമമുണ്ടാകട്ടെ, ഇഷ്ടമുണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത്, വിജയസഖേ. ഇവിടെ ഭീഷ്മ പിതാമഹർ ഒരു വിഷനും മിഷനുമാണ് മാനവരാശിക്ക് പറയുന്നത്. എന്നെ പൊതുവെ എല്ലാവരും കളിയാക്കും. കാരണം ഞാൻ ഈ പിണറായി വിജയൻ്റെ ആളാണെന്ന് പറയും. കാരണം മറ്റൊന്നുമല്ല, അയാൾ രണ്ടാമത് വീണ്ടും ജനങ്ങളുടെ ഇടയിൽ പോയി ജനങ്ങൾ മുഴുവൻ വോട്ട് കൊടുത്തു, 99 സീറ്റും മേടിച്ചു. അപ്പോൾ വിജയൻ, അദ്ദേഹം വിജയിച്ചു. അപ്പോൾ വിജയത്തിൻ്റെ സഖിയായി മാറി. അപ്പോൾ ഞാനും ആ വിജയത്തിൻ്റെ പാർട്ടായി. പിന്നെ ചില മാപ്രാക്കളെ ഇതെന്നൊക്കെയോ പറയുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ പറയും സാഖിയാണെന്ന് പറയും. ഞാൻ പറയും സാഖ്യാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഘവുമായി ബന്ധം എന്ന് പറഞ്ഞാൽ അതിലേറെ മോഹമന്. ചില ആൾ പറയും RSSകാർ അതിനേക്കാൾ സന്തോഷം, ചില ആൾക്കാർ BJPക്കാർ എന്ത് പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ്. എന്താന്ന് ഈ BJPക്കാർ RSSകാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താന്ന് RSSൻ്റെ ആസ്ഥാനമാണ് നാഗ്പൂർ. അവിടെ നിന്നാണ് ബ്രഹ്മോസ് പാകിസ്ഥാന് വിട്ടോ എന്ന് പറഞ്ഞാൽ വിടും, നിർത്താൻ വേണ്ടി പറഞ്ഞാൽ നിർത്തും. അവിടെ നിന്നാണ്, നാഗ്പൂരിൽ നിന്നാണ് ഇന്ത്യയിൽ 25 പ്രധാനമന്ത്രിമാരെ ഇപ്പോൾ തുടർച്ചയായിട്ട് 3ാം ടേമിലും ഭരിപ്പിക്കുന്നത്. എന്താ തിരുമേനി ഒരു പ്രധാനമന്ത്രിയല്ലേ? അതൊക്കെ 10 പണ്ടാടോ. ഇപ്പോൾ 25 കേന്ദ്ര പ്രധാനമന്ത്രിമാരാണ് രാഷ്ട്രത്തെ വികസിപ്പിക്കുന്നത്. അപ്പോൾ ഒരു RSSകാരാണ് ഈ 25 പ്രധാനമന്ത്രിയും. അപ്പോൾ ഇവരൊക്കെ വിജയിക്കുന്നവർ, അവരുടെ കൂട്ടത്തിലാണ് ഞാൻ രാഷ്ട്രപതിയുടെ കൂട്ടത്തിലാണ്. എന്താണ് അത് വിജയിക്കുന്നതുകൊണ്ടാണ്. 20 മുഖ്യമന്ത്രിമാരുണ്ട് RSSകാർ, ഇവരുടെ കൂട്ടത്തിലാണ്. എന്താണ് ഇവരൊക്കെ വിജയിച്ചതുകൊണ്ടാണ്. അപ്പോൾ വിജയികളുടെ കൂട്ടത്തിൽ നാമും ചേരുമ്പോൾ നാമും ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു തൃഷ്ണയുണ്ടാവും. ഇതിനു വേണ്ടി നിരന്തരം പ്രവർത്തിക്കും. ഇതാണ് ഭാഗവതം എന്നെ പഠിപ്പിക്കുന്നത്. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഭാഗവതം എന്നെ പഠിപ്പിക്കുന്നത്. ഭീഷ്മ പിതാമഹർ എന്താണ് പറയുന്നത്? വിജയ സഖേ. ഇവിടെ കൃഷ്ണനല്ല പറഞ്ഞിട്ടില്ലേ, വിജയി. കൃഷ്ണൻ്റെ പ്രേരണയാൽ, കൃഷ്ണൻ്റെ അനുഗ്രഹാശിസ്സുകളാൽ, കൃഷ്ണൻ പറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്തിട്ട് അർജുനൻ വിജയിച്ചു. അങ്ങനെ വിജയനായ അർജുനൻ്റെ സഖിയായ കൃഷ്ണനിൽ വിജയസഖേ രതിരസ്തു, എനിക്ക് ഇഷ്ടമുണ്ടാവട്ടെ എന്ന്. ഇത്രയേ ഉള്ളൂ. ജീവിതം സന്തോഷ സംതൃപ്തമായി കൊണ്ടു നടന്ന് വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വിജയസഖിയായ ശ്രീകൃഷ്ണൻ്റെ ഉപാസന നടത്തണം. അപ്പോൾ ശ്രദ്ധിക്കണം, നോട്ട് ദാറ്റ് പോയിൻ്റ്. കൃഷ്ണൻ പറയും ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്. ന്യൂജനുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈക്ക് അടിച്ച് തമ്പനയിൽ തന്ന് നമ്മളെ ഹാപ്പി അടിപ്പിച്ച് അവർ വിടും. എന്താണ് അവരും പറയുന്നത്? എല്ലാവരും ആസ്വദിക്കണം എന്നാണ്. ശ്രദ്ധിക്കണം, ന്യൂജനിൻ്റെ ആസ്വാദനവും മദ്യവും മയക്കുമരുന്നവും ശവവും തിന്ന് ജീവിക്കുന്ന ശവങ്ങളായിട്ട് ജീവിക്കുന്ന ആ ആസ്വാദ്യമല്ല ഇവിടെ. കാരണം ബിവറേസിലെ ആസ്വാദ്യത അല്ല ജീവിതം, മറിച്ച് ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ ഈ ജീവിത ആസ്വാദനം. അതിന് എങ്ങനെയാണ്? വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മരദുഃഖം ഗമിഷ്യതേ. വെറുതെ ഇങ്ങനെ വൃഥാ ഖേദയസേ ബാലേ, കുട്ടികളെപ്പോലെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണ്? ശ്രീകൃഷ്ണൻ്റെ കഥകളിലൂടെ, ആ കഥയ്ക്കുള്ളിലുള്ള തത്വങ്ങളിലൂടെ ചിന്തകളെ നാം കൺട്രോൾ ചെയ്യണം.
ചിന്തകളെ നാം ഭരിക്കണം, ചിന്തകൾ തരംതിരിച്ചു വിടണം. ചിന്തകളെ തരംതിരിച്ചു വിടുകയാണ് ഭാരതീയ ഋഷിപരമ്പരയുടെ ലക്ഷ്യം. അപ്പോൾ ശ്രദ്ധിക്കണം, ചിതയിലെ അഗ്നി ശവത്തെ ദഹിപ്പിക്കുന്നു, ചിന്തയാകുന്ന അഗ്നി സർവവും നശിപ്പിക്കുന്നു. ഈ സത്യമാണ് വസിഷ്ഠ ഋഷി ശ്രീരാമചന്ദ്രപ്രഭുവിന് യോഗവാസിഷ്ഠത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതിന് അന്തശീതയം തപ്തായം ശീതളം ജഗത് അന്തതൃഷ്ണോപതപ്തോദം ദാവദാഹമയം ജഗത്. മനസ്സിൽ തണുപ്പും മനസ്സിൽ കുളിർമയും മനസ്സിൽ നന്മയും ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം തണുപ്പും സൗന്ദര്യവും സുഖമായിരിക്കും. തൃഷ്ണോപതപ്തം, തൃഷ്ണയാണ് അടങ്ങാത്ത കലിപ്പും അടങ്ങാത്ത ആഗ്രഹവും അടങ്ങാത്ത ദുരാഗ്രഹവുമാണെന്നുണ്ടെങ്കിൽ ദാവദാഹമയം ജഗത്, കാട്ടുതീയിൽ വെന്തുരുകുന്ന കാടുപോലെയാകും മനസ്സ്. എത്ര സത്യമാണിത് വസിഷ്ഠ ഋഷി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പഠിപ്പിക്കുന്നത്. ഇനി 7000 മാക്സ് മുള്ളർ പറയുന്നു 7000 വർഷങ്ങൾക്ക് മുന്നേ ഋഗ്വേദം പറയുന്നു. എന്താ പറയുന്നത്? തുടങ്ങുന്നതിന് അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. 3 അഗ്നിയാണ് എന്നെ നയിക്കുന്നത്. ഒന്ന് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന യാഗത്തിനും ബലികൾക്കും ഉപയോഗിക്കുന്ന ആവഹനീയാഗ്നി. രണ്ടാമത്തെ അഗ്നിയാണ് നമ്മുടെ ഭാര്യ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗാർഹപത്ന്യാഗ്നി. മൂന്നാമത്തെ അഗ്നിയാണ് ദക്ഷിണാഗ്നി. ഇങ്ങനെ 3 വിധത്തിലുള്ള അഗ്നിയാണ്. ഈ അഗ്നി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അഗ്നിമീളേ പുരോഹിതം. ഈ അഗ്നി ജ്ഞാനാഗ്നിയായി കൊണ്ട് നടക്കണം. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മാൽ കുരുതേ തഥ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖത്തെയും 100% ബേൺ ചെയ്ത് കളയാൻ പറ്റും. സർവജ്ഞോ ജ്ഞാനമുത്തമം. ഭീഷ്മ പിതാമഹർ വിഷ്ണു സഹസ്രനാമത്തിലൂടെ ശ്രീകൃഷ്ണ ആദി പഞ്ചപാണ്ഡവന്മാരോടും തദ്വാര മാനവരാശിയോടും പറയുന്നു വിഷ്ണു സഹസ്രനാമത്തിലൂടെ സർവജ്ഞോ ജ്ഞാനമുത്തമം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാലോ, ഈ ജ്ഞാനാഗ്നി കൊണ്ട് എല്ലാം ദഹിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാലോ, ഋഗ്വേദം പറയുന്നു രത്നധാതമം, മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളുമായി തീരും നമ്മുടെ ജീവിതം. ഈ ജീവിതം ആസ്വദിക്കാൻ, മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളുമാകാൻ ഈ ധർമ്മശാസ്ത്രം ഞാനും നിങ്ങളുമടങ്ങുന്ന ഹിന്ദു സമൂഹം പഠിക്കണം. അത് പ്രാവർത്തികമായി റോൾ മോഡലായി കുടുംബജീവിതം മുന്നോട്ട് നയിക്കണം. നമ്മളെ ഭാര്യയെ പഠിപ്പിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മളെ കുഞ്ഞുകുട്ടികളെ പഠിപ്പിക്കണം. എന്തിന്? ഈ നെഗറ്റീവ് ചിന്താഗ്നി ശമിപ്പിക്കാനും. ഈ നെഗറ്റീവ് ചിന്താഗ്നി ശമിപ്പിക്കണം. നെഗറ്റീവ് ചിന്തിക്കരുത്, നെഗറ്റീവ് കേൾക്കരുത്, ഈ ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡ് ടോട്ടൽ ഉണ്ടാവരുത്, നെഗറ്റീവ് ചിന്തകൾ പറയരുത്, നെഗറ്റീവ് പ്രവർത്തിക്കരുത്. മൃത്യോർമാമൃതാംഗമയാം. അങ്ങനെ പോസിറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് പോയി മൃത്യുവിലോട്ട് ശരീരത്തെ ഉപേക്ഷിച്ചു. അവിദ്യയാ മൃത്യും തീർത്ത മൃത്തയ വിദ്യയാ അമൃതമശ്നുതേ. അവിദ്യയാണ് ശരീരത്തിൻ്റെ മരണം. അവിദ്യയാ മൃത്യും തീർത്ത വിദ്യ കൊണ്ട് അമൃതത്വത്തിലോട്ട് കടക്കുന്നു. വേദം പറയുന്നു വായുരനിലമൃതമധേതം ഭസ്മാന്ത്യം ശരീരം. ഈ പ്രാണൻ, ഈ ശരീരത്തിലെ കോസ്മിക് എനർജി ഈ പരമാത്മാവിലോട്ട് ലയിച്ചു ചേർന്ന് ഈ ശരീരം ഭസ്മാന്ത്യമാകുന്നതോടുകൂടി വായുരനില മൃതമധേതം, ഒരിക്കലും നശിക്കാത്ത ആ പരമാത്മ ചൈതന്യത്തിലോട്ട് ലയിച്ച് ചേരുമ്പോൾ അതുവരെ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംഹിതം പിപത ഭാഗവതം രസമാലയം.
എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ പഠിപ്പിക്കും, പിപത ഭാഗവതം രസമാലയം, നവരസങ്ങളുടെയും എല്ലാ രസങ്ങളുടെയും ആലയമാണ് ഈ ശ്രീമദ് ഭാഗവതം. പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ. ഇത് കോരിക്കുടിച്ചിട്ട് എല്ലാവരും ജീവിതം ആസ്വദിക്കണം, രസികന്മാരായി മാറണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊരു രസികനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാര്യയോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇത് ഇങ്ങനെയായിരിക്കും. ഭർത്താവ് രസികനാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം ഇങ്ങനെയായിരിക്കും. ഭാര്യ രസികയാണെന്നുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ജീവിതം ഇങ്ങനെയായിരിക്കും. മക്കൾ രസികന്മാരാണെന്നുണ്ടെങ്കിൽ അച്ഛനും മക്കളും തമ്മിലുള്ള ജീവിതം ഇതുപോലെയായിരിക്കും. സുഹൃത്തുക്കൾ രസികന്മാരാണെന്നുണ്ടെങ്കിൽ ജീവിതം അതിമധുരമായിരിക്കും. അപ്പോൾ ഈ ഭാഗവതം നമ്മൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ. ഇനി ഇതൊന്നും പഠിക്കാൻ പറ്റില്ലാത്തവർക്ക് നമ്മളെ ഭാഗവതത്തിൽ മുഴുവൻ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ ബാലലീലകളാണ്. നമ്മളെ സത്യസാക്ഷാത്കാരത്തിലേക്ക് ഉയർത്താനാണ് ഈ ബാലലീലകൾ. അത് അപക്വമായ മനസ്സിനെ ഉയർത്താനാണ് ബാലലീലകൾ. ഇതിന് ഭഗവത്ഗീതയിൽ ഡയറക്റ്റായിട്ട് ഭഗവാൻ പറയുന്നു, മയ്യാസക്ത മനപ്പാർത്ഥ, എന്നിലാസക്തിയുള്ള മനസ്സ്. ഇതുവരെ നമുക്ക് ആസക്തി എന്താണ്? നമ്മുടെ ഭാര്യയോടാസക്തി, നമ്മുടെ മക്കളോടാസക്തി, ആഹാരത്തോടാസക്തി, കാണുന്ന കാര്യങ്ങളോടാസക്തി, കേൾക്കുന്ന കാര്യങ്ങളോടാസക്തി, മൊബൈലിനോടാസക്തി, ലൈംഗിക ആസക്തി, മദ്യാസക്തി, ഇവയൊക്കെ ഉപേക്ഷിച്ച് മയ്യാസക്ത മനപ്പാർത്ഥ, അവനവൻ്റെ അന്തരാത്മാവിനോട്, അവനവനോടുള്ള ജീവിതത്തിനോട് ആസക്തി കാണിക്കൂ. അപ്പോൾ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. ഇതാണ് ബാലലീലകൾ. ഞാൻ ഇതിന് ഈ കുട്ടികളെ വേദങ്ങൾ പഠിപ്പിക്കും, ഭാഗവതം പഠിപ്പിക്കും, ഭഗവത്ഗീത പഠിപ്പിക്കും. അതിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിലൂടെ കുട്ടികളെ പഠിപ്പിക്കും. ഉദനാപുരം വേദപാഠശാലയിലൂടെ കുട്ടികളെ പഠിപ്പിക്കും. അങ്ങനെ ഈ വൈദിക സംസ്കൃതിയിൽ ബാലലീലകൾക്ക് വളരെ നിർണായകമായ സ്വാധീനമാണ്. അങ്ങനെയുള്ള ഈ സംസ്കൃതിയിൽ നമ്മൾ വളരുമ്പോൾ നമ്മളൊരു നിയന്ത്രണം എല്ലാത്തിലും വയ്ക്കും. അതിലേറ്റവും പ്രധാനമാണ് ആഹാരം ഔഷധം പോലെ കഴിക്കണം, അല്ലെങ്കിൽ ഔഷധം ആഹാരം പോലെ കഴിക്കും. വെജിറ്റേറിയൻസിൽ ക്യാൻസർ പേഷ്യൻറ്റുകൾ കുറവാണ്, ക്യാൻസർ പേഷ്യൻറ്റിൽ വെജിറ്റേറിയൻസ് കുറവാണ്. മനസ്സിലായല്ലോ? ആഹാരം ഔഷധം പോലെ കഴിക്കണം, അല്ലെങ്കിൽ ഔഷധം പോലെ ആഹാരം കഴിക്കേണ്ടി വരും. വെജിറ്റേറിയൻസിൽ ക്യാൻസർ പേഷ്യൻറ്റുകൾ കുറവാണ്, ക്യാൻസർ പേഷ്യൻറ്റിൽ വെജിറ്റേറിയൻസിലും കുറവാണ്. അപ്പോൾ ഈ കുഴിച്ചിടേണ്ട ശവാദി മയക്കുമരുന്നാദികൾ കഴിക്കുന്നത് കൊണ്ടാണ് സർവ്വരോഗവും വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ശരി, ഈ ജീവിതം ആസ്വദിക്കണം. ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് സംഗീതം ആസ്വദിക്കുന്നുണ്ട് ഇല്ലേ? ടൂറിന് പോയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. യൂട്യൂബിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലൂടെ നോക്കി ആസ്വദിക്കുന്നുണ്ട്. സർവ്വ ആസ്വാദനങ്ങളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ, പിന്നെ കുഴിമന്തി മുതൽ സർവ്വ വൃത്തികേടുകളും നക്കി തിന്നുകൊണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഈ നാക്കിൻ്റെ രുചിക്ക് വേണ്ടി ആസ്വദിച്ചിട്ട് സർവ്വ രോഗവും വിലക്ക് വാങ്ങിക്കുന്ന ആളുടെ പേരാണ് മലയാളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസ്വാദ്യനത്തിന് ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തണം എന്നുള്ളതാണ് ഗോപികമാരുടെ പ്രമാണം. ശ്രീമദ് ഭാഗവതത്തിൽ ആരുടെ പ്രമാണം? ഗോപികമാരുടെ പ്രമാണം. അതിന് ദശമസ്കന്ധം എടുത്തു നോക്കണം. 8-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിൽ വേദവ്യാസ ഭഗവാൻ പറയുന്നു, ശരണമയ്യപ്പ, വെള്ളം കുടിക്കാനല്ല, ഇതുപോലെ വെള്ളം കുടിപ്പിക്കും പഠിച്ചിട്ടില്ല എങ്കിൽ. കൃഷ്ണസ്യ ഗോപ്യോ രുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്വാകില തന്മാധുരീതി ഘോച്വാ
സമാഗത. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ കേൾക്കാറില്ലേ? ഗോപിക ജീവന സ്മരണം. എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആചാര്യൻ ഇതുപോലെ വെള്ളം കുടിക്കും. അതുകൊണ്ട് ഇപ്പം പഠിക്കണം. ഈ സപ്താഹയജ്ഞക്ക് ഈ നാമസങ്കീർത്തനത്തിൻ്റെ 7 ദിവസത്തെ ട്രെയിനിങ് ആണ്. അതാണ് ഓരോ അധ്യായം കഴിയുമ്പോഴും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗാം വിന്ദതി ഇതി ഗോവിന്ദ അന്തർബഹിച്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതി. ഈ ശബ്ദബ്രഹ്മമായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഗോവിന്ദൻ എന്നുള്ളത് 7 ദിവസം കൊണ്ട് മനസ്സിലാക്കി പിന്നെ എപ്പോഴും ആ നാമ ജപ ലയ സമൃദ്ധിയിൽ അങ്ങനെ വാസനാമാലിന്യങ്ങളെ കഴുകി കളഞ്ഞ് മനസ്സും ജീവിതവും വ്യക്തിയും ആരോഗ്യവും പരിശുദ്ധമാക്കുകയാണ് ഈ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ശ്രദ്ധിക്കണം. ഈ ഗോപികമാരുടെ ഗോപിക ജീവനസ്മരണം. ഗോപികമാരുടെ ജീവനാണ് കൃഷ്ണൻ. ഗോപികമാരുടെ ജീവനാണ് കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഗോപികമാരുടെ ജീവനായ കൃഷ്ണനെ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൃഷ്ണനെ ഗോപികമാർക്ക് സ്വന്തമാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും സ്വന്തമാകാം. ദാമം കൊണ്ടമ്മ കെട്ടിയിട്ടു ദാമോദരനെന്നോ ചൊല്ലിയിടുന്നു. ആ കയറ് കൊണ്ട് പണ്ട് യശോദാമ കെട്ടിയിട്ടില്ലേ? അതുപോലെ പരമപ്രേമമാകുന്ന പാശം കൊണ്ട് കൃഷ്ണനെ നിങ്ങൾക്കും എനിക്കും കെട്ടിയിടാം അന്തരാത്മാവിൽ. അങ്ങനെ കെട്ടിയിടുന്നതാണ് യശോദാമ്മ മുതൽ ഗോപികമാർ. അപ്പോൾ ആ ഗോപിക പ്രമാണമനുസരിച്ച് കൃഷ്ണസ്യ ഗോപ്യോ എന്ന് പറഞ്ഞാൽ ഗോപികമാർ കൃഷ്ണൻ്റെ കൗമാര ചാപല്യങ്ങൾ, അത് ബാലലീലകൾ അത്യാഹ്ലാദത്തോടെ അത്യാനന്ദകരമായി ശ്രദ്ധിക്കണം. ഗോപ്യോ രുചിരം ബഹുരുചിയോടെ വീക്ഷിച്ച് കണ്ണൻ്റെ ബാലലീലകൾ മുഴുവൻ വീക്ഷിച്ച്, എങ്ങനെ ഒരു CBI പോലെ വീക്ഷിച്ച് ഈ ഗോപികമാർ വീക്ഷിക്കുന്നത് പോലെ ഈ ദശമത്തിൽ കൃഷ്ണൻ്റെ ബാലലീലകൾ വളരെ ശ്രദ്ധാപൂർവം വളരെ പ്രേമപൂർവം ഞാൻ വീക്ഷിക്കും. അപ്പോൾ എൻ്റെ ബാല്യം എനിക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ച് വരികയായിരുന്നു. അതുപോലെ മനസ്സിൻ്റെ ഇഷ്ട ആഹാര വിഭവമായി ആസ്വദിച്ചുകൊണ്ട് രുചിക്കുകയായിരുന്നു ബാലലീലകൾ. മനസ്സിൻ്റെ ഇഷ്ട വിഭവങ്ങൾ ആഹാരം രുചിക്കുന്നത് പോലെ രുചിച്ചു വരികയായിരുന്നു ഗോപികമാർ കൃഷ്ണൻ്റെ ബാലലീലകൾ. നമുക്ക് അമ്മയുടെ അമ്മിഞ്ഞപ്പാലിൻ്റെ രുചി മുതൽ 18 തരം കറികൾ ഉള്ള വിഭവസമൃദ്ധമായ സദ്യ മുതൽ ഐസ്ക്രീം മുതൽ പായസം മുതൽ അടപ്രഥമം മുതൽ സർവ്വ ഇതും, പിന്നെ വിശന്ന് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു പച്ച മാമ്പഴം തിന്നാൻ ഒരു മോഹം ഉണ്ടാവും. കാരണം എന്താണ്? ആ മണവും രുചിയും നോക്കിയിട്ട്. ഈ പച്ച മാമ്പഴം കഴിക്കുന്നത് പോലെ ഒരു പച്ച ഇറച്ചി കഴിക്കാൻ ഇന്നേ വരെ ഒരു മനുഷ്യനും പരിഷ്കൃത സമൂഹത്തിൽ തോന്നിയിട്ടില്ല. കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം തിന്നാവ്രതമത്രേ അത്യുത്തമം. ജീവപാഞ്ചകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ വിശക്കുന്ന ഒരു വ്യക്തിക്കും ശവം തിന്നാൻ തോന്നിയിട്ടില്ല, മാമ്പഴം തിന്നാൻ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ തിന്നാൻ തോന്നും. ദാഹിക്കുന്ന ഒരു വ്യക്തിക്കും വല്ല ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നു, വല്ല ലൈം ജ്യൂസോ വല്ല ഓറഞ്ച് ജ്യൂസോ വല്ല ഗ്രേപ്പ് ജ്യൂസോ കുടിക്കാൻ തോന്നുന്നല്ലാതെ വല്ല ചുക്കുവെള്ളം കുടിക്കാൻ തോന്നുന്നല്ലാതെ ഒരു മദ്യവും മുതലായിരിക്കുന്ന മയക്കുമരുന്ന് മുതലായിരിക്കുന്ന പാനീയങ്ങൾ കുടിക്കാനും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ മനസ്സിലാക്കണം. പിന്നെ ഇതിനകത്തൊക്കെ ഈ കുഴിച്ചിടേണ്ട ശവത്തിനകത്ത്
മസാല പച്ചക്കറികൾ വെജിറ്റബിളും ചേർത്തിട്ട് മസാലയും ചേർത്തിട്ടാണ് ഇവരിത് പുഴുങ്ങി ശവം കുഴിച്ചിരുന്ന നേരം വയറ്റിനകത്തോട്ട്. അപ്പോൾ അതിൽ രുചിയില്ല, ഈ ഉള്ള മസാലക്കാണ് രുചി. അപ്പോൾ ഈ ജീവിതം ഈ ആഹാരത്തിൽ രുചി കാണുന്നത് പോലെ കൃഷ്ണൻ്റെ ബാലലീലകളിൽ രുചി കണ്ടെത്തണം എന്നുള്ളതാണ് ഗോപികമാർ പറഞ്ഞത്. ഗോപ്യോ രുചിരം വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൻ്റെ കൗമാര ബാല ചാപല്യം. അപ്പോൾ ബാലലീലകൾ അപക്വമായ മനസ്സിനെ, ബാലിശമായ മനസ്സിനെ ഉയർത്താനും ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പരമോന്നതമായ പദവിയിലോട്ട് ജീവിതത്തെ ഉയർത്തുവാനും വെണ്ണ പോലെ മൃദുവായ മനസ്സിനെ ആ പാലാകുന്ന ജീവിതത്തെ കൃഷ്ണനാകുന്ന കൊണ്ട് കടഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന മധുരമാകുന്ന വെണ്ണ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ബാലലീലകളെ ആസ്വദിച്ചുകൊണ്ട് ഞാനും എൻ്റേതുമില്ലാതെ അയ്യും മയ്യും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയുന്നു, അഹന്ത മമത അഭാവോ ജീവൻ മുക്തസ്യ ലക്ഷണം. അഹന്തയുമില്ല മമതയുമില്ലാത്ത അതെല്ലാം ഇങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ കൃഷ്ണനെ അവശേഷിക്കുന്നതാണ് ഗോഡ്. GOD, ഗവർണർ, ഓർഗനൈസർ ആൻഡ് ഡിസ്ട്രോയറായ ആ കൃഷ്ണനെ നമുക്ക് ഹൃദയത്തിൽ തെളിഞ്ഞ് കാണാം. ഇതാണ് ഗോപികമാർ കൃഷ്ണനെ കാണണം, കൃഷ്ണൻ്റെ രുചി അറിയണം. രുചിരം വീക്ഷ്യ, ഇത് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക്, കാണുന്ന ആൾക്കാർക്ക് ആ കൃഷ്ണൻ്റെ കൗമാര ചാപല്യം ബാല ലീലകളിലൂടെ നമുക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കും. അതിന് ഗോപികമാർ പറയും, നഖലു ഗോപിക നന്ദനോ ഭവ നഖില ദേഹിന മന്ദരാത്മദൃക് വിഖന സാർത്ഥിതോ വിശ്വഗുപ്തയോ സഖൗദീവാൻ സാത്വതാകുലോ നഖലു ഗോപിക നന്ദനോ ഭവാൻ. അതായത് യശോദാമ്മയുടെ കണ്ണൻ മാത്രമല്ല, മകൻ മാത്രമല്ല കൃഷ്ണൻ, പിന്നെ അകലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേ, എല്ലാ ദേഹമെടുത്തുള്ള ശരീരത്തിലും ദേഹിയായി നിലനിൽക്കുന്ന അന്തരാത്മാവാണ്. കർഷയിതി കൃഷ്ണൻ, ആകർഷണ സ്വഭാവമുള്ളതാണ് കൃഷ്ണൻ. ഇത് മനസ്സിലാക്കിയിട്ട് ആ ഗുരുവായൂർ ആ കൃഷ്ണ സ്വഭാവത്തിനെ അട്രാക്റ്റീവ് മൈൻഡിനെ കാണുന്നുണ്ടെങ്കിൽ ആ ക്യൂ, അത്രയും വലിയ ക്യൂ ഉണ്ടാവാൻ ചുമ്മാ ഉണ്ടാവില്ല. ആ ആകർഷണ സ്വഭാവമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ആ ക്യൂവിൽ നിന്ന് ആ കൃഷ്ണനെ ധ്യാനിച്ച് ആ ഗുരുവായൂർ ശ്രീലകത്തിൻ്റെ മുന്നിൽ അങ്ങോട്ട് എത്തുമ്പോൾ പൊന്നോടക്കുടലും വിളിച്ചുകൊണ്ട് ജീവിതം സംഗീതമാക്കാൻ വേണ്ടി കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് കടന്നു വരൂ എൻ്റെ ഭക്തന്മാർ, എന്താ വേണ്ടേ? നമ്മൾ ചോദിക്കുന്ന എന്തും തരാനാണ് ഭക്തവത്സലനായ കൃഷ്ണൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ മലയാളികളായ നമ്മൾ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ഓണത്തിന് ഗുരുവായൂർ വിഭവസമൃദ്ധമായ സദ്യയുണ്ട്. ആ സദ്യയുടെ രുചിക്കൂട്ട് ആസ്വദിക്കുന്നത് പോലെ കൃഷ്ണനെ ആസ്വദിക്കണം. ഇതാണ് പിപത ഭാഗവതം രസമാലയം. അപ്പോൾ വിഭവസമൃദ്ധമായ ഈ രുചിയാണ് ഭാരത സംസ്കാരത്തിൻ്റെ രുചിക്കൂട്ടായ മുതൽക്കൂട്ട്. മാനവരാശിയുടെ ജഗതോദ്ധാരകനായാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ശരണമയ്യപ്പ. ആ ജഗദ്ഗുരുവായ കൃഷ്ണൻ ജഗത്തിനെ ഉയർത്തിയതുപോലെ എന്നെയും ഉയർത്താൻ ഗോപികമാരെ രസിപ്പിച്ച ആ രാസലീലകൾ നമ്മുടെ ഈ ജീവിതത്തെയും ഉയർത്തും. ഇനി എനിക്ക് ഉയരാൻ സാധിച്ചതുപോലെ നിങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉയരാൻ ഭാഗവതം നമ്മൾ പഠിക്കണം, നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ ഇതുപ്രകാരം ജീവിക്കണം.
നമ്മുടെ മക്കളെയും. അപ്പോൾ സർവരുചിയും ഈ രുചിയിൽ തുടങ്ങണം. ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ കൃഷ്ണനെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ശ്രീകൃഷ്ണ ചരണംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. എല്ലാ ദുഃഖവും മാറി ജീവിതം പരമാനന്ദ സംപ്ലുത സച്ചിദാനന്ദമായി മാറാൻ ആ കൃഷ്ണൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.